അനാഥനായ, രോഗിയായ, വിശക്കുന്നവനായ, മുറിവേറ്റ യേശുവിനെ പെരുവഴിയിൽ നാം കണ്ടുമുട്ടും. എന്ത് പറ്റി? ഇത് തന്നവരെന്നെ പിടിച്ചു വെച്ച് ഞാൻ കട്ടതാണ്, എന്നെ കച്ചേരി കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. എനിക്ക് വേണ്ട ഇത്. അവിടെ ചിരി കണ്ട ചെരിപ്പെടുത്തും ഞാൻ തന്നതല്ലേ. നിന്നെ ആരും കച്ചേരി കയറ്റില്ല, കൊണ്ടുപോയി. അമ്മ പറഞ്ഞ പിന്നെ ഞാനെന്തിനാ പേടിക്കണത്? അപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലായി. അവൾ എന്തോ പറഞ്ഞു, പട്ടിയെന്ന് കേട്ട്. അവളൊന്നും പറഞ്ഞില്ല. നീ പോ റോസേ. നന്നായി പോയി. മൂത്തവരോട് തർക്കുത്തരം പറയരുത്. ഇനി പറയുമോ? ഇല്ല. കാർത്തസുന്ദരിന്റെ കെട്ടിയോള് റോസ പറഞ്ഞാലും കാര്യമേ പറയത്തുള്ളൂ. ഇതെന്താ മടിമൊഴിച്ചിരിക്കണേ? ആ നീ എന്തിനാണ് അറിയണ പത്രോസേ? അല്ല, മടത്തിന്നല്ല വരവ്, വലത് അടിച്ചു മാറ്റി കാണും. തോന്നിയാസം പറയണ ഒന്ന് കാണിച്ച റോസേ. മനസ്സില്ല. നീ മോഷ്ടിച്ചതാ റോസേ. മോഷ്ടിച്ചെന്നാ? ഒരു കള്ളിയെ തൊണ്ടി സഹിതം പിടിച്ചു വെച്ചിരിക്കുക. അവള് കട്ട തന്നെയാ. അവള് ഓടുന്ന ഓട്ടം കണ്ടില്ലേ? അവള് കട്ട തന്നെയാണ് അവള്. എന്റെ അമ്മേ, ഈ സാധനം ഒരു പിശാചാൻ. എനിക്ക് വേണ്ട ഇത്. വീണ്ടും വല്ലരും പിടിച്ചു വെച്ചോ? കിഴക്കൻ പത്രോസ് ഞാൻ മടത്തിന്ന് മോഷ്ടിച്ചാണെന്ന് പറഞ്ഞ് അവൻ എന്നെ പിടിച്ചു വെച്ച മാത്രമല്ല അവൻ ആളെയും കൂട്ടി. ഞാൻ കണക്കിനാണമ്മേ രക്ഷപ്പെട്ടത്. നീ ഇനി ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ടമേ ഇത്. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായി പോ. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. അമ്മ പറഞ്ഞാ പിന്നെ ഇതങ്ങനെ കൊണ്ടുപോകാതിരിക്കും. ചേച്ചി ധൈര്യമായി കൊണ്ടുപോ. അമ്മയല്ലേ പറഞ്ഞത്. കർത്താവേ, നാണം കെടുത്തല്ലേ. വീട്ടിൽ കേരള ഭാഗ്യം തന്നെ. എടി അന്യക്കുട്ടി, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയല്ലേടി? അത് പിന്നെ സംശയമുണ്ടോ? പൊടി അവിടുന്ന്. പിന്നെയും തർക്കുത്തരം പറഞ്ഞു. ക്ഷമിക്കണം അമ്മേ, ഇനി ഞാൻ പറയില്ല. ഈ മുതൽ ആരും കാണാതെ എങ്ങനെ ഒന്ന് പെരക്കാത്താക്കും. എന്റെ അമ്മോ, ഇതാരി? അയ്യോ, ഇതാരി? കൊച്ചമ്മേ, നീ എന്നാടി എന്നെ കണ്ടപ്പോ ഒരു കള്ള ലക്ഷണത്തോടെ വട്ടം കറങ്ങണത്? വട്ടം കറങ്ങിയേ? പിന്നല്ലേ, ഞാൻ ആരെയല്ലേ നിക്കണത്? ആണോ? അതേ, കൊച്ചമ്മ രാവിലെ എങ്ങോട്ടാ? നീ എവിടുന്ന് വരുന്നു? ഞാൻ മടത്തിന്നാ. എന്തോന്നാടി മടി വീർത്തിരിക്കുന്നത്? വീട്ടിൽ ചെന്ന് പ്രസവിച്ചേ, നാളെ കാലത്തെ ഞാൻ വരാം കേട്ടാ. ഇത് നല്ല കൂത്ത്. ഒന്ന് നിന്നേ. എന്താടാ? എന്തോന്നാ മടിയില്? നീ എന്തിനാ അറിയണത്? എവിടെന്നോ ഏതാണ്ട് കട്ടോണ്ട് പോവാ. എന്റെ അമ്മേ, ആരും കണ്ടില്ല. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എഫ്രാസിം എടുത്തു വളർത്തിയ ഒരാളെയാണ്. അത് മറ്റാരുമല്ല, ഇതുവരെ നമ്മൾ കണ്ട ആ ചുണക്കുട്ടി അന്നക്കുട്ടി തന്നെ. ആരാ വരുന്നേ? പറയ്, ആരാ? അങ്ങനെ
അന്നൻകുട്ടിയുടെ ജീവിതം വളരെ കഷ്ടസ്ഥിതിയിലായിരുന്നു. അവളുടെ അമ്മ മരിച്ചപ്പോൾ അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു. പക്ഷേ ഒരു സ്നേഹമില്ലാത്ത വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അന്നൻകുട്ടി അവിടെ നിന്ന് ഓടിപ്പോന്നത്. അവസാനം അന്നൻകുട്ടി എത്തിയത് ഒല്ലൂർ മഠത്തിലാണ്. അവിടെ എവിപ്രാസ്മയാണ് അന്നൻകുട്ടിക്ക് അമ്മയും സ്നേഹിതയുമായി തീർന്നത്. അന്നൻകുട്ടിയുടെ എല്ലാ വിഷമത്തിലും എവിപ്രാസ്മ സ്വന്തം അമ്മയെ പോലെയാണ് പെരുമാറിയിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് അന്നൻകുട്ടിക്ക് സാധിക്കാത്തത് അൽഷിമേഴ്സ് ഡിസീസിൻ്റെ ഉപദ്രവം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതെല്ലാം വളരെ നന്നായി പറയാറുണ്ടായിരുന്നു. എവിപ്രാസ്മയുടെ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അനാഥമാക്കപ്പെട്ട ഒരു ബാല്യത്തിന് തുണയായി എവിപ്രാസ്മ അന്നൻകുട്ടിയെ സ്നേഹിച്ചു വളർത്തി. ആ സ്നേഹം ഏറ്റുവാങ്ങിയ അന്നൻകുട്ടി മഠത്തിലെ ഒരു എ ഗ്രൂപ്പ് സഹോദരിയായി ഇപ്പോഴും കോലഴി പ്രൊവിൻഷ്യൽ ഹൗസിൽ ജീവിക്കുന്നു. ഒരു നേർക്കാഴ്ചയായി. നോക്കൂ സിസ്റ്റർ, കുർബാന കഴിഞ്ഞ് അച്ഛൻ സക്രാരി പൂട്ടാൻ മറന്നുപോയി. ചെന്ന് പൂട്ടിയാലോ? പാടില്ല, നമുക്കതിനുള്ള അധികാരമില്ല. പുറകിൽ യുപ്രാസ്മയായിരുന്നു പ്രാർത്ഥിക്കുന്നു. വാ, നമുക്ക് എവിപ്രാസ്യമയോട് ചെന്ന് പറയാം. എന്താ മക്കളെ? കുർബാനയ്ക്ക് ശേഷം അച്ഛൻ സക്രാരി പൂട്ടാൻ മറന്നുപോയി. എന്നോട് ഈശോ പറഞ്ഞിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല അമ്മേ. നിങ്ങൾ പോയിക്കോളൂ മക്കളെ. ശരി അമ്മേ. കർത്താവേ, എനിക്ക് ഭയമാകുന്നു. നീ വസിക്കുന്ന ഈ സക്രാരിയുടെ മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. എൻ്റെ കൈകൾ വിറയ്ക്കും ആ താക്കോലിൽ സ്പർശിച്ചാൽ. അങ്ങയെ പൂട്ടിവെക്കുവാൻ എനിക്ക് ഇഷ്ടമില്ല. അങ്ങ് പറഞ്ഞതുകൊണ്ട് ചെയ്യാതിരിക്കാനും വയ്യ. ഈശോ,
ഏവുപ്രാസ്യ, മകളെ ഏവുപ്രാസ്യ, അങ്ങയുടെ ദാസി ഇതാ ശ്രവിക്കുന്നു. മകളെ, നീ എന്തിനിങ്ങനെ വ്യസനിക്കുന്നു? ഞാൻ നിന്റെ മോക്ഷ മണവാളനല്ലേ? നിന്റെ മണവാളന്റെ വാസസ്ഥലത്തിനടുത്തേക്ക് വന്ന് സക്രാരി പൂട്ടുക. ഞാൻ അനുസരിക്കാം. എന്റെ ഈശോയെ, ഏവുപ്രാസ്യ, ഇത് ഏവുപ്രാസ്യമ താമസിച്ചിരുന്ന ഒല്ലൂർ മഠത്തിന് മുറിയാണ്. 73-ാം വയസ്സിലും ഏവുപ്രാസ്യമയെ പിശാചുക്കൾ കെണിയിൽ വീഴ്ത്തുവാൻ പരിശ്രമിച്ചിരുന്നു. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത്. ഒരു ദിവസം കുറച്ച് കന്യാസികളോടൊപ്പം അമ്മ നടക്കുവാനിറങ്ങി. ദാ നോക്കിയേ, ഏവുപ്രാസമ്മ പുറകിലായി. നമുക്ക് നിൽക്കാം, അമ്മ വരട്ടെ. നിങ്ങൾ പൊയ്ക്കോളൂ. പറ്റില്ല. ഞങ്ങൾ ധ്യാന വിഷയങ്ങൾ സംസാരിച്ച് അറിയാതെ മുന്നിലായി പോയതാ. ക്ഷമിക്കണം അമ്മേ. അത് സാരമില്ല. ഇത്ര കയറ്റമുള്ള സ്ഥലമാണെന്ന് ഞാൻ കരുതിയില്ല. എന്നാ ഞാൻ തിരിച്ചു പോകുകയാണ്. നോക്കൂ, അമ്മയ്ക്ക് തിരിച്ചു പോകണമെന്ന്. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം? ഒരു അസുഖവും ഇല്ല. കയറ്റം കയറാൻ പറ്റില്ല. ഞങ്ങൾ കൊണ്ടുപോയി ആക്കാം. വേണ്ട. ഞാൻ കാരണം നിങ്ങളുടെ നടത്തം മുടങ്ങണ്ട. ദാ ആ കാണുന്നതല്ലേ മഠം. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ തിരിച്ചു പോവാ. പോയിക്കോളൂ. ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? നരകത്തിൽ കിടന്ന് കുണുങ്ങി ചിരിക്കുന്നത് പോലെ ഇങ്ങനെ കിടന്ന് ചിരിക്കാതെ. ഞാൻ ചിരിച്ച കാര്യം അതൊന്നും അല്ലട പൊട്ടാ. പിന്നെ എന്ത് നല്ല പാടം ആണോ? എന്തൊരു ഭംഗിയാ. 100 മേനിയല്ലേ വിളഞ്ഞു കിടക്കുന്നേ. നല്ല പാടം. ഓഹോ, അതായിരുന്നോ? നോക്കിക്കോ, ഈ പാടത്തിന്റെ ഉടമസ്ഥനെ ഞാൻ കുളം തോണ്ടി നശിപ്പിക്കും. കുളത്തിൽ വീഴാതെ വന്ന കാര്യം നടത്താൻ നോക്കടാ പോട്ടം പിശാചേ. യജമാനെ വന്നാട്ടെ. നിന്റെ തുള്ളല് ഞാൻ നിർത്തുന്നുണ്ട്. ഇങ്ങനെ എന്നെ പോലെ ജമ്പ് ചെയ്ത് പോയി. പിന്നെ എനിക്കും ജമ്പ് ചെയ്യാൻ അറിയാണേ. ആരില്ല പാലത്തേലാരായിരിക്കുന്നു? അതാ ഞാൻ നോക്കുന്ന. ആരടാ ഇവൻ? ഓരോ വഴിമുടക്കുകൾ വന്നിരിക്കുന്നു. പിടിച്ചു മാത്രേ. ചൂണ്ടക്കാരനാണോ? അതെ. പാവം
മീൻ പിടിക്കുക. വേറെ സ്ഥലമൊന്നും കണ്ടില്ല, അവന് ചൂണ്ടയിടാൻ. പാലത്തിന്റെ നടുക്ക് തന്നെ അവനിരിക്കണം. യജമാനെ, ഈ ഭൂമിയില് നമ്മളെ പോലുള്ള പിശാചികൾക്ക് സ്വൈരമായി സഞ്ചരിക്കാൻ എന്തെല്ലാം തടസ്സങ്ങളാ. എടാ, തടസ്സം മാറ്റാനല്ലേ നിന്നെ മുമ്പേ വിട്ടത്. അത് കൊള്ളാം, തല്ല് കൊള്ളാം. ഞാൻ അതങ്ങ് മനസ്സിൽ വെച്ചാ എന്തുവാടേ? തടസ്സം മാറ്റണ പൊട്ട വാചകം ഓടിക്കാതെ. യെസ് ബോസ്, ദേ പണി ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. റെഡി? 1 1 2 2 3. നീന്തൽ അറിയില്ലെന്ന് തോന്നുന്നു. വെള്ളം കുടിക്കുന്നുണ്ട് ശരിക്കും. കിടന്ന് വെള്ളം കുടിക്കട്ടെ യജമാനെ. വയറ് നിറയെ അവന്റെ ഒരു വട്ടി. ദാ പിടിച്ചോ. പാലത്തിന്റെ നടുക്ക് തന്നെ കൊണ്ടുവയ്ക്കണം. വേണമെങ്കിൽ 2 മീനും കൂടെ പിടിച്ചു കഴിച്ചു. വതച്ചവൻ കേറുന്നുണ്ട്. വീട്ടിൽ പോടാ. ഒരു ചക്ക തിന്നാൻ കൊതിയായിട്ടാണേ ചാടി പിടിച്ചത്. അയ്യോ അയ്യോ, ചാടി പിടിച്ചു പോയി. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ ഇറങ്ങും? നരകത്തിൽ കിടന്ന് നട്ടുമ്പോഴത്തൊക്കെ ഇളകി കിടക്കരുതേ. ചക്ക സീസൺ ആണെന്ന് തോന്നുന്നു. എങ്കിലൊരു ചക്ക പറിച്ചിട്ടേ ഉള്ളു. ചാട്, ആഞ്ഞു ചാട്. എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. ചാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തിനാടാ വെറുതെ ചാടി മുട്ടുകാലടിക്കുന്നേ? നീ നോക്കി, തേടിയ വള്ളി കാലേ ചുറ്റി. ഓ, ചുറ്റിയ വള്ളി ഏവുപ്രാസിയാണല്ലോ. അതെ, നമ്മുടെ ഏവപ്രാസ്യ. ഇത്രയും സ്വതന്ത്രമായി ഇതുവരെ ഇവിടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. നേരെ തന്നെ യജമാനെ. മഠത്തിലെ ചാപ്പലിൽ നിന്നും പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങാത്ത ഇവൾ ഇന്നതാ ഒറ്റയ്ക്ക് നമ്മുടെ മുന്നിൽ. അതെ, ഇന്ന് തകർക്കണം ഇവിടെ. Come on. Come on. Stop. നാശം. എന്താ നാടാ? ഏവപ്രാസിയുടെ കയ്യിലെ കൊന്ത കണ്ടോ? അയ്യോ, കൊന്തയോ? എവിടെ? എന്റെ അമ്മ, ഇനി എന്ത് ചെയ്യും? അവളുടെ കയ്യിലെ തടസ്സം നീക്കണ മരമുണ്ട. Yes, boss. Follow me. വരൂ ഡാർലിംഗ്, നമുക്ക് പറക്കാമെന്നേ. നമുക്കും പറക്കാണ്ടാണ്ടി. ഇപ്പൊ ശരിയാക്കാം. കരിക്കൊന്നും വീഴല്ലേ? ഈ തെങ്ങിൽ ഞാൻ ഇരുന്നോളാം. സ്ലോയിലാണ് വരവ്. തയ്യാറായിരുന്നു. ഞാൻ റെഡിയാണ് ഏമാനെ, ധൃതി വെക്കാതെ. എന്റെ അടുത്തേക്കാണോടാ അവൾ വരുന്നത്? വരട്ടെ. അച്ഛൻ കഴിയുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? കൊന്തയിട്ട് ആട്ടാതെ ഉന്നം പഴയ്ക്കും. വേഗം നടന്ന് അടുത്തോട്ട് പോവാ. നിന്റെ അടുത്ത് എത്തിയടാ. എന്റെ കൊന്ത തെറിച്ചു പോയി. അങ്ങനെ തപ്പിക്കോണ്ടിരിക്കട്ടെ. ഈ പുല്ലിനിടയിൽ കിടന്നാൽ കാണില്ല. ഈശോയെ, എന്റെ കൊന്ത എവിടെ പോയി? വരൂ, ഇനി നമുക്ക് ആക്രമിക്കാം. പറന്നിറങ്ങൂ എല്ലാവരും, പറന്നിറങ്ങൂ. അതെ, ഞാനും വരുന്നു, ഞാനും വരുന്നു. നമ്മളെ ഇതുവരെ അവൾ കണ്ടിട്ടില്ല. ഒന്ന് പേടിപ്പിച്ചാരടാ.
എത്ര വർഷങ്ങളായി ഞങ്ങൾ നിന്റെ പിന്നാലെ ആ, നടക്കും. ഏത് നേരം മടത്തിന്ന് പുറത്തിറങ്ങാതെ തനിച്ചിരുന്ന പ്രാർത്ഥനയല്ലേ മണവാളൻ യേശുവുമായി ദിവസവും സംഭാഷണത്തിലല്ലേ? ഈശോയെ കാത്തുകൊള്ളണമേ. അവസാനം നീ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് അതെ അതെ പെട്ടല്ലോ. അറിഞ്ഞോ ഏമാനെ, ഇവളെ മഠത്തിലും നാട്ടിലും വിളിക്കുന്ന പേര് സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ്. സഞ്ചരിക്കുന്ന സക്രാരി കൊള്ളാം. എന്റെ ഈശോയെ, നിന്റെ പ്രാർത്ഥന ഉണ്ടെന്ന് ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. ഡാർലിംഗ്, ഞാൻ ഇപ്പൊ വരാവേ. ദേവപ്രാസേ, നീ യേശുവിന് ഏറ്റവും പ്രിയങ്കരിയാണല്ലേ? ഓ മൈ ഡിയർ ദേവപ്രാസ്യ, ഐ എം സോ സോറി. കുറെ നാളായി നീ ഞങ്ങളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഈശോയെ, അടിയെ വേണ്ടി വന്നുള്ളൂ. കിടക്കണ കിടപ്പാട്ടോ. കൊള്ളാം. നീ നോക്കിയേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്നോ? നിന്നെ ഞാൻ അയ്യോ പാവം. ഒന്നുകൂടെ കൊടുക്ക ഡാർലിംഗ്. ഒഴിച്ചേക്കാം നിന്നെ. അമ്മേ, കർമ്മല മാതാവേ, രക്ഷിക്കണേ. അമ്മേ, വീടിച്ചു കൂവാതിരി. നിന്നെ ആരും ഇവിടുന്ന് രക്ഷിക്കാൻ പോകുന്നില്ല മോളെ. യൂപ്രാസ്യ, ഇന്ന് നിന്റെ അവസാനമാണ്. അവസാനം. ഈ പോക്ക് പോയാ നീ ഒരു വിശുദ്ധയാകും. നീ ഒരു വിശുദ്ധയാകരുത്. അതിനു മുന്നേ നിന്നെ ഞങ്ങൾ ഇഞ്ചപ്പരിവാക്കും. ഇനി താ ഡാർലിംഗ്. അമ്മേ, കർമ്മല മാതാവേ, രക്ഷിക്കണേ. പരിശുദ്ധ അമ്മേ, രക്ഷിക്കൂ. പ്രാർത്ഥിക്ക്. ആര് വരുമെന്ന് നോക്കണം നിന്നെ രക്ഷിക്കാൻ. പരിശുദ്ധ അമ്മേ, 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 രക്ഷിക്കണേ. മോളെ, മോളെ, കുഞ്ഞേ, കുട്ടി, ഒന്ന് നിൽക്കൂ. ഒന്ന് സഹായിക്കൂ മോളെ, വേഗം വാ. രക്ഷിക്കൂ മോളെ, മോളെ, ഒന്ന് വേഗം വാ മോളെ. വരുത്തവളെ നിർത്ത്. ആരാണവൾ? ഓ പരിശുദ്ധ മാതാവേ, മോളെ, ഒന്ന് ഓടി വന്നേ.